ഇപ്പോൾ ഒരു ആവറേജ് 5000 വെച്ച് കൂട്ടി നോക്കാം. ഒരു സഭയിൽ ഒരു 30 ഫാമിലി, 30 × 5, ഇത് × 60 ചർച്ചുകളുടെ ഒരു സെൻറ്ററിലേക്ക് വരുന്നു. ആ സെൻറ്റർ പോലെ തന്നെ കേരളത്തിൽ മൊത്തം എത്ര സെൻറ്ററുകൾ കാണും? അതെല്ലാം ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചെന്നൈയിലേക്ക് ചെല്ലുന്നു. വേറൊരു കാര്യം, ഇതൊന്നും അക്കൗണ്ട് ത്രൂ അല്ല പോകുന്നത്, എല്ലാം ലിക്വിഡ് മണിയാണ്. നമ്മൾ നോട്ട് കെട്ടുകൾ, പിടയ്ക്കുന്ന നോട്ട് കെട്ടുകളാണ് കൊണ്ട് കൊടുക്കുന്നത്. ഇവർ തന്നെയാണ് കണക്ക് എഴുതുന്നത്. ഓഡിറ്റിൽ കാര്യങ്ങളിലെല്ലാം കാണിക്കുന്നത് ഇവരുടെ കണക്കാണ്. ലിക്വിഡ് മണിക്ക് എങ്ങനെ നമ്മൾ ഓഡിറ്റബിൾ ആകും എല്ലാ കാര്യവും? പിന്നെ ഇതിൽ നിന്ന് ഞാൻ കണ്ടൊരു TPMലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ഇവരുടെ ഈ വിശ്വാസ ഭവനം കാര്യങ്ങളിലൊക്കെ വണ്ടികൾ എടുക്കുന്നത് ശ്രദ്ധിക്കുക, സെക്കൻഡ് ഹാൻഡേ എടുക്കത്തുള്ളൂ, പുതിയ വണ്ടികൾ എടുക്കത്തില്ല. കാരണം റെക്കോർഡിക്കലായിട്ടുള്ള ഒരു പരിപാടിയും ഇവർ ചെയ്യത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ അവിടെ ഇത്ര പൈസയ്ക്ക് ഇത്ര ഇതിലെന്ന് കൃത്യമാണ്. ഇവിടെ ലിക്വിഡ് മണി കൊടുക്കുമ്പോഴത്തേന് എങ്ങനായി തീരുന്നു അറിയത്തില്ല. അതേപോലെ ഇത്രയും പൈസ അവിടെ ചെല്ലുന്നു. ഇനിയിപ്പം ബാക്കിയുള്ള ഇപ്പോൾ ഇൻഡിപെൻഡൻസ്, ഇപ്പോൾ IPC ഷാരോൺ ഫെലോഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവരുടെ പാസ്റ്റർമാർക്ക് കല്യാണം കഴിക്കാമെന്നെങ്കിലും പറയാം. ഈ ഒരു TPMൽ ഇവർ കല്യാണം പോലും കഴിക്കുന്നില്ല. ഈ പൈസയൊക്കെ എങ്ങോട്ട് പോകുന്നു? ബാക്കിയുള്ള സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓർത്തഡോക്സ് ആണെങ്കിലും മർത്തോമ ഇതൊക്കെ ആണെങ്കിൽ അവരുടെ സഭയിൽ ഒരാൾക്കൊരു വീടില്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുക, അങ്ങനെ കുറേ പരിപാടി. ഇവിടെ ഞാൻ അതുപോലും കണ്ടിട്ടില്ല. പക്ഷേ ഈ പൈസ എല്ലാം എങ്ങോട്ട് പോകുന്നു? വല്ലപ്പോഴും ഒരു കൺവെൻഷൻ നടത്തും, അതും നാട്ടുകാരുടെയും തന്നെ പിരിക്കും, ഈ വിശ്വാസികളുടെയും തന്നെ പിരിച്ചിട്ടാണ് മെജോറിറ്റി ഓഫ് കാശും അതിന് കണ്ടെത്തുന്നത്. ബാക്കി പൈസ എല്ലാം എവിടേക്ക് പോകുന്നു? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫാദറിനോട് ചോദിച്ചിട്ടുണ്ട്, പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരൊന്നും ബോധേഡല്ല. അവരിത്, അതാണ് പറയുന്നത്, അത്രയും ബ്ലൈൻഡാക്കി നിർത്തിയേക്കുവാണ്. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് ഓഫ് മണി ലിക്വിഡായിട്ടുള്ളത് എവിടേക്ക് പോകുന്നു? ഇവരിത് എന്ത് ചെയ്യുന്നു?